പത്തരമാറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അജയനും ജയനും കൂടെ കണക്കുകളൊക്കെ നോക്കുകയാണ്. അപ്പം ജയൻ പറയാണ്, ഡാ അനി സീരിയസ് ആണല്ലോ, അവൻ്റെ ഷോപ്പുകളെല്ലാം അടിച്ച് കയറുവാണല്ലോ. ഞാൻ വിചാരിച്ച് അവനെ MBA പഠിപ്പിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന്. ഇപ്പം അവനങ്ങ് ഫോമായി. അപ്പോൾ ആദർശ് പറയണം, ആ ഫോമായതിന് അവന് പാരിതോഷികം കൊടുക്കണം, കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കൊടുക്കണം. ഇപ്പം തന്നെ അവന് ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്, ഇനി കൂടുതൽ ഏൽപ്പിക്കണോ എന്ന് അജയൻ ചോദിക്കുകയാണ്. വേണം ചെറിയച്ഛ, അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും നന്ദുണ്ട്. ബിസിനസ്സും കാര്യങ്ങളും തിരക്കൊക്കെ ആകുമ്പോൾ അത് മാറും എന്ന് പറയുകയാണ് ആദർശ്. അവൻ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അവൻ്റെ വളർച്ച നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. അപ്പം ജയൻ പറയണം, അത് തന്നെ ഞാനും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ പകുതി ഫലം അവനെ ഏൽപ്പിക്കാം എന്ന് ജയൻ പറയാണ്. അപ്പോൾ അജയൻ പറയാണ്, അവൻ എപ്പോഴും നിൻ്റെ തണലിൽ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ എന്ന് പറയണം. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോഴും ആദർശ് പറയാണ്, അവൻ ഇച്ചിരി ഓട്ടിക്കണം, അവനെ മലബാർ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിൽ എന്തിനാ അവന് മലബാർ ഭാഗത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അവിടെ മിടുക്കന്മാരായ ജോലിക്കാരുണ്ടല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ജലജ ചോദിക്കുകയാണ്. അതിനൊക്കെ മിടുക്കനാണ് അനിയെന്ന് ആദർശ് പറയണം. ഇവിടെ എൻ്റെ മോനൊരുത്തും ജയിലിൽ കിടപ്പുണ്ട്, അങ്ങോട്ട് അവനെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര തിടുക്കമായിരുന്നല്ലോ. അന്നേരം ആദർശ് പറയണം, അവൻ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ഷോപ്പിലും അവനെ ഞാൻ ജോലിക്ക് എടുക്കത്തില്ല. പിന്നെ ട്രസ്റ്റിൻ്റെ ഒരു അംഗമാണ്, അതുകൊണ്ട് അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടും, അവൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ജീവിക്കാനുള്ള കാശും കിട്ടും. അതിൽ കൂടുതൽ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു സ്ഥാപനത്തിൽ അവനെ എനിക്ക് കയറ്റത്തില്ല എന്ന് പറയുകയാണ്. കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് മുക്കുക തന്നെ ചെയ്യുമെന്ന് ജയൻ പറയുകയാണ്. ചേട്ടൻ്റെ മോനുണ്ടല്ലോ, ഒരു തളർന്നു കളന്ന പെണ്ണിനെ നശിപ്പിച്ച് ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചതിന് അതാരും മറക്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ അജയൻ പറയാണ്, ആദർശിൻ്റെ സൈഡിലെ ന്യായം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നീ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കില്ല, അതാണ് നല്ലത്. അവനെ നശിപ്പിച്ചത് നീയും പിന്നെ അവൻ്റെ കുറേ കൂട്ടുകാരും കൂടാ. ഞാൻ പറയാണ്, ഞങ്ങളാണെങ്കിൽ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല നീ ഈ കുടുംബത്തിലെ അംഗമല്ലെന്ന്, നീയും നിൻ്റെ മോനും ഈ കുടുംബത്തിലെ അംഗമല്ലെന്ന്. നീ പക്ഷേ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ രണ്ടും ഈ കുടുംബത്തിലെ അംഗമല്ലെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വഭാവം കൊണ്ട് എന്ന് ജയൻ പറയാണ്. എൻ്റെ അബിയെ എല്ലാവരും കൂടെ കുടിക്കാതെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് ചാടിത്തുള്ളി പോവുകയാണ്. ജയനാണെങ്കിൽ ആദർശിനടുത്ത് പറയാണ്, നീ നിൻ്റെ നിലപാട് മാറ്റാനൊന്നും നിൽക്കണ്ട, നീയും അനിയും കൂടെ ഇനി ജ്വല്ലറീസ് എല്ലാം നടത്തിക്കൊണ്ട് പോയാൽ മതി, ഇനി മൂന്നാമതൊരാളെ അതിനകത്തോട്ട് കയറ്റണ്ട എന്ന് പറയുകയാണ്. അതിനുശേഷം ജലജ ഓടിപ്പോകുന്നത് നവ്യ അടുത്താണ്. നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ, അബിയുടെ അമ്മാവന്മാരും ആദർശും കൂടെ ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ജ്വല്ലറിയിലൊന്നും അബിയെ കയറ്റല്ലെന്ന്. എന്തെങ്കിലും കാശ് വേണമെങ്കിൽ ധർമ്മക്കാരെ പോലെ അവന്മാരുടെ കൈ നീട്ടണമെന്ന്. അപ്പോഴത്തേക്ക് നവ്യ പറയാണ്, അതെങ്ങനെയാണ്, ട്രസ്റ്റിൽ അമ്മയ്ക്കും അബിക്കും ഒക്കെ അവകാശമുണ്ടല്ലോ. അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആദർശല്ലേ എന്ന് ജലജ പറയാണ്. അമ്മയടുത്ത് ഇതിൻ്റെ തിരിച്ചടി കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചില്ലേ, ഞാൻ തിരിച്ചടി തന്നെ കൊടുക്കും മോളെ. മോക്കിപ്പം നന്ദുവിനെ ഇഷ്ടമല്ലല്ലോ, അവളുടെ ചേച്ചി നയനെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ്. കാരണം അവൾ നയനെ വിചാരിച്ചായിരുന്നെങ്കിൽ ഈ അബിയെ ജയിലിൽ പോക്ക് ഒഴിവാക്കാമായിരുന്നു. നയന എന്ത് പറഞ്ഞാലും നന്ദു കേൾക്കും. അവൾ അന്നേരവും തീരുമാനം എടുത്തത് തെറ്റ് ചെയ്തവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് തന്നെയാണ്. അവർ രണ്ടുപേരും ശത്രുക്കളാണെന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാണ്, അത് മാത്രം കേട്ടാൽ മതി, ഞാൻ ഇത്ര വലിയ കുഴപ്പക്കാരിയൊന്നും അല്ലായിരുന്നു, എന്നെ ഇങ്ങനെ മാറ്റിമറിച്ചത് ദേവയാനി വന്നതിന് ശേഷമാണ്. അപ്പോൾ അവളെപ്പോഴും എന്നെ പുറംപോക്കെന്ന് പറയും, അതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്, അങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെയായി മാറിയതെന്നൊക്കെ പറഞ്ഞ് ജലജ പറയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മേ, അവരൊരു സ്വാർത്ഥതയാണ്, അതുകൊണ്ടല്ലേ എൻ്റെ അനിയത്തിയെ വരെ അവർ മാറ്റിയെടുത്തേ എന്ന് പറയുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് സഹിക്കുമോ സ്വന്തം ഭർത്താവിന് വേറെ പെണ്ണിൽ കുഞ്ഞുള്ള കാര്യം സഹിക്കുമോ? അപ്പോൾ അവളെ അങ്ങനെ മാറ്റിയെടുത്തത് അവരാണെന്നൊക്കെ പറയുകയാണ്. ഞാനൊരു പ്രതികാരം ചെയ്യാനും ചെയ്യും, അതിനുള്ള അവസരം നമുക്ക് കിട്ടും എന്നും പറഞ്ഞ് ജലജ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുകയാണ്. ബിസിനസ് ജയിച്ചെന്ന് പറഞ്ഞ് ആദർശേട്ടനാണെങ്കിൽ എന്നെ സൗത്ത് സോണിലെ എല്ലാ ബ്രാഞ്ചും എന്നെ ഏൽപ്പിക്കാനായിട്ടിരിക്കുക, ഉത്തരവാദിത്തം കൂടി, എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ നീയാണല്ലോ, അതുകൊണ്ടാണ് നിന്നെ തന്നെ ആദ്യം വിളിച്ചത് എന്ന് പറയാണ്. അപ്പം നന്ദു പറയാണ്, ഞാനാണ് നിന്നെ ഇതിനെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടത്, ഉണ്ടെന്താ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ ഇല്ലേ? ഉണ്ടെന്ന് പറയാണ്. ഞാൻ ബിസിനസ് വിജയിച്ചതിന് വിഘ്നേഷും രാജേഷും കൂടെ പാർട്ടി നടത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞത് നീ ഇല്ലാതെ എന്ത് പാർട്ടിയാണ്, നിൻ്റെ സമയം നോക്കി ഒരു ദിവസം ഡേറ്റ് എടുക്കാം എന്ന് പറഞ്ഞ്. അപ്പം നന്ദു പറഞ്ഞു, ശരി, നീ എപ്പോഴും ഈ കാക്കിയിട്ട് അവിടെ നിൽക്കാതെ ഇടയ്ക്കൊക്കെ എൻ്റെ ഇങ്ങോട്ട് വാ, ക്യാബിനിൽ നമുക്ക് സംസാരിച്ച് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാം എന്ന് പറയാണ്. ശരി നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ അനിയും നന്ദും കൂടെ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. അങ്ങനെ അനിയാണെങ്കിൽ ഓഫീസിലെത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കൊണ്ടുവന്ന് പൂവൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട്. സാറിനെ ഈ സൗത്ത് സോണിലെ മൊത്തവും ഏൽപ്പിച്ചിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് മെസ്സേജ് വന്നതെന്നൊക്കെ പറയണം. അപ്പം അനി പറയുകയാണെങ്കിൽ എനിക്ക് അതിനുള്ള ഇൻഫർമേഷനൊന്നും വന്നിട്ടില്ല, ഇനി വരുമായിരിക്കും എന്നവർ പറയുകയാണ്. എന്തായാലും സന്തോഷമുള്ള ദിവസമല്ലേ, നിങ്ങൾ ലഞ്ച് ഒരു പാർട്ടി തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്തോളാൻ പറയുകയാണ് അനി.
ബിസിനസ് ഞാൻ വിജയിച്ചതിൻ്റെ പാർട്ടി നടത്തുവാണ്. ഇതുവരെ ദേവയാനി ആ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തില്ല. അങ്ങനെ ദേവയാനി ജ്യൂസ് ആയിട്ട് ചെല്ലുകയാണ്. അപ്പം നയനയാണെങ്കിൽ തുണിയൊക്കെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജ്യൂസ് കുടിക്കും, ABC ജ്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഒന്നും വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക, എന്നാൽ ഇത് കുടിച്ചേ പറ്റത്തുള്ളൂ, കുറച്ച് നേരം കഴിഞ്ഞ് കുടിക്കാം എന്നും പറഞ്ഞ് നയനയാണെങ്കിൽ ആ ജ്യൂസ് വാങ്ങിച്ച് അവിടെ വെക്കുകയാണ്. ഈ സമയത്ത് ജലജയാണെങ്കിൽ അവിടുന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. പെട്ടെന്ന് ഓടി എന്നാലേ ഇപ്പം എല്ലാം ശരിയാകത്തുള്ളൂ എന്നൊക്കെ പിന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അതും വെച്ചിട്ട് ദേവയാനി അങ്ങ് പോവുകയാണ്. അപ്പം നയന ആ ജ്യൂസ് എടുത്ത് ഇങ്ങനെ നോക്കുവാണ്. അന്നേരം ജലജ മനസ്സിലിരിക്കുന്നു, ഈ പെട്ടെന്ന് കുടിച്ചാലേ ഇവിടെ നിലവിളി കേൾക്കാൻ പറ്റും, കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ നിലവിളി കേൾക്കുമ്പോഴത്തേക്ക് വരാമെന്നും പറഞ്ഞിട്ട് ജലജ അങ്ങ് പോവുകയാണ്. അങ്ങനെ ജ്യൂസും കൊണ്ട് നിൽക്കുമ്പോഴാണ് ചന്തുമോൾ അങ്ങോട്ട് വരുന്നത്. മോൾ ഈ ജ്യൂസ് അങ്ങ് കുടിച്ചോ, അമ്മയുടെ വയറ് നിറഞ്ഞിരിക്കുക. വേണ്ട, മോളുടെ വയറ് നിറഞ്ഞിരിക്കുക, മോൾക്ക് ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയാണ്. അത് അമ്മയ്ക്കുള്ള ജ്യൂസാണ്, അമ്മയുടെ വാവ പറഞ്ഞു ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞെന്ന് പറയാണ്. ആണോ വാവേ എന്ന് ചന്തുമോൾ ചോദിക്കുകയാണ്. അമ്മയ്ക്കിപ്പം വേണ്ട, അമ്മയുടെ വയറ് നിറഞ്ഞിരിക്കുക, വാവ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടുന്നത് എന്തിനാണെന്നറിയാമോ, ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. ആണോ വാവേ എന്നൊക്കെ ചന്തുമോൾ ചോദിക്കുകയാണ്. മോളിതങ്ങ് കുടിച്ചോ, ആരോടും പറയണ്ട, അമ്മ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നയനയാണെങ്കിൽ ജ്യൂസ് മോൾക്ക് കൊടുക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് കിച്ചണിലാണെങ്കിൽ എല്ലാവരും നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവയാനി പറയാണ്, അവളെ നിർബന്ധിച്ചാലേ അവൾ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയനയാണെങ്കിൽ ജ്യൂസിൻ്റെ ഗ്ലാസ്സുമായിട്ട് വരികയാണ്. ഞാൻ കുടിച്ചേ എന്നും പറഞ്ഞ് ഗ്ലാസ് കൊണ്ടുവയ്ക്കുകയാണ്. മോൾക്ക് എന്താ വേണ്ടുന്നത് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ജാനകി പറയാണ്. ഇളയമ്മയുടെ എന്നോടുള്ള ദേഷ്യമൊക്കെ പോയല്ലോ, അത് തന്നെ വലിയ സന്തോഷം, ദേഷ്യമൊക്കെ മാറി. പക്ഷേ നിൻ്റെ അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം മാത്രം പറയില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് ദേഷ്യമാവുമെന്ന് പറയണം. അപ്പോൾ ജലജ അവിടെ നിന്ന് ഒളിഞ്ഞ് നിൽക്കുകയാണ്. പറ നീ അനിയത്തെ കൊണ്ടുവരുന്ന കാര്യം പറ, എന്നാലല്ലേ ഇവിടെ ഒരു കുരുക്ഷേത്രം ആകത്തുള്ളൂ എന്ന് പറയാണ്. ആദ്യം കുഞ്ഞു പോട്ടെ, ബാക്കി കാര്യം പിന്നെയാന്നൊക്കെ ജലജ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന പാത്രമൊക്കെ തുറന്നിട്ട്, ഇന്ന് ഒത്തിരി വിഭവങ്ങളുണ്ടല്ലോ, ഇത്രയൊന്നും എനിക്ക് വേണ്ട, മോൾക്ക് വേണ്ടുന്ന കഴിക്കുക, ബാക്കിയുള്ളവർ കഴിച്ചോളെന്ന് ദേവയാനി പറയാണ്. അമ്മ ഇനി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, അത് മോൾക്ക് വേണ്ടിയ. അപ്പോൾ നയന പറയണ ഇന്നിനി ഒന്നും വേണ്ട, മുത്തശ്ശിയായിട്ട് ഞാൻ പറഞ്ഞോളാം. അപ്പം ജലജ അവിടെ നിന്ന് ഇരിക്കട്ടെ, എല്ലാവരും കൂടെ ഒരുക്കി കൊടു, ഇപ്പം കാണാം, കുറച്ച് നേരം കഴിയുമ്പം കാണാം എന്ന് പറയാണ്. എന്നിട്ട് ആലോചിക്കുകയാണ്, ഇനിയിപ്പം അമ്മ സ്വന്തം മരുമകളുടെ കുഞ്ഞിനെ കളഞ്ഞു എന്നും പറഞ്ഞ് വന്നോളൂ, കാരണം ജ്യൂസ് കൊടുത്ത അവളാണല്ലോ. അങ്ങനെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ തെറ്റി അടിയുണ്ടാവട്ടെ, അത് കാണാൻ നല്ലൊരു കാഴ്ചയാണെന്നൊക്കെ ജലജ വിചാരിക്കുകയാണ്. അങ്ങനെ നേരെ നവ്യടുത്ത് എത്തുകയാണ്. നവ്യടുത്ത് പറയുകയാണ്, ഞാനേ ഒരു പടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് എന്ത് വന്നാലും നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അന്നേരം അനിയത്തിയോടുള്ള സ്നേഹമൊന്നും ഉണ്ടാവല്ലേ എന്ന് പറയാണ്. അപ്പം നവ്യ എന്താ അമ്മ ചെയ്ത്, ഇപ്പം ഞാൻ പറയുന്നില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു കരച്ചിലൊക്കെ കേൾക്കും, അപ്പം നീ എൻ്റെ കൂടെ നിന്നാൽ മതി, ഇപ്പം എൻ്റെ മനസ്സിൽ അഭി മാത്രമേ ഉള്ളൂ, അഭി ദ്രോഹിച്ചവരെ ഇത് മാത്രമേ ഉള്ളൂ, എന്ത് ചെയ്താലും അമ്മയുടെ കൂടെ ഞാനുണ്ടെന്ന് നവ്യ പറയാണ്. എന്നാലും എനിക്കൊരു സംശയമുണ്ട് അമ്മ, ഇവരെല്ലാവരും ആദർശിനെ അനുകൂലിച്ചാണ് പറയുന്നത്, അത് പൊണ്ണ ജലജ, അത് ഇവർക്ക് മൂർത്തി ഗ്രൂപ്പിൻ്റെ MD ആണ് ആദർശ്, അതുകൊണ്ട് അവനെ ന്യായീകരിച്ച് പറയുന്നത്, അന്ന് മീഡിയക്കാർ വന്നപ്പോൾ ഇവൻ ചൂളി നിൽക്കുന്നത് നീ കണ്ടേ ഇല്ലേ എന്ന് പറയാണ്. അവർക്കൊക്കെ എന്തും ആവാം, നേരം കഴിയുമ്പോൾ ഈ വീട്ടിലൊരു നിലവിളി കേൾക്കാം, അപ്പം അതോടെ അവരെ നാശം തുടങ്ങി. ഇപ്പം പന്ത് നമ്മുടെ കൂട്ടിലാണ്, നമുക്ക് എന്തായാലും നാശം വന്ന് നമ്മൾ താറുമാറായി, ഇനി അവരുടെ നാശമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞ് ജലജ അങ്ങ് പോവുകയാണ്. ഇതൊക്കെ ആലോചിക്കുന്ന നവ്യെ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.